ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു പാൻറ്റ് തയ്ക്കാം. പാൻറ്റായിട്ട് വേണം. ഇത് സാധാ ലൂസ് പാൻറ്റ് മോഡൽ, ചെറിയൊരു ലൂസ് വരുന്നൊരു പാൻറ്റാണ്. നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് എന്നും പറയാം. സ്ട്രെയിറ്റ് പാൻറ്റ് മോഡൽ കട്ടിങ്ങാണ് വന്നിരിക്കുന്നത്, പക്ഷെ കുറച്ച് ലൂസ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റും കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇതിൽ പലർക്കും പല സംശയങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ സീം അലവൻസും കൂടി എടുത്തില്ലെങ്കിൽ പാൻറ്റിൻ്റെ ഇറക്കം കുറഞ്ഞു പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഈ മോൾ വശത്തു നിന്ന് താഴെ വരെ 38.5 ലെങ്ത്ത് കിട്ടുന്നത്. ആ 38.5 നമ്മൾ ലെങ്ത്ത് എഴുതി വയ്ക്കും. എഴുതി വച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ചിലാണ് ഈ പട്ട വച്ചേക്കുന്നത്. ഈ പട്ടയുടെ അകവശത്തേക്കും 1.5 ഇഞ്ച് നമ്മൾ സീമ അകത്തേക്കും കൊടുക്കണമല്ലോ, എന്നാലല്ലേ ഇത് ഇങ്ങനെ ലോക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 1.5 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് പോകാനും 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടണം. മുകളിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടല്ല അടിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വച്ചിട്ടാണ് അടിച്ചു പോകുന്നത്. ഇത് സെപ്പറേറ്റ് പീസ് അടിച്ച് പിടിപ്പിക്കാറില്ല. അപ്പോൾ നമുക്കിവിടെ 1.5 1/2 ഇഞ്ച് 2 ഇഞ്ച് കൂടി 38.5 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ താഴെയും നമുക്ക് മടക്കി അടിച്ചേക്കുന്നത് 1.5 ഇഞ്ച് വീതിയിലാണ് മടക്കി അടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ആ 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ 1.5 ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടം വരെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് കൂടി 2 ഇഞ്ച്, ടോട്ടലി 4 ഇഞ്ച് കൂട്ടി എടുത്താലാണ് നമ്മൾ പാൻറ്റ് കറക്റ്റായിട്ടുള്ള അളവിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പാൻറ്റിന് ഇറക്കം കുറഞ്ഞു പോകും. കാരണം ഇത് ആരും അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. ലെങ്ത്ത് എടുത്ത് അടയാളപ്പെടുത്തി അങ്ങ് പോകണം എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ സീം അലവൻസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പാൻറ്റിന് ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ അകത്തോട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് അകത്തോട്ട് മടക്കി അടിച്ചേക്കാണല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് അകത്തോട്ട് തയ്യൽ തുമ്പ് തള്ളിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ച്. ഇവിടെ 1.5 ഇഞ്ച് വീതി ഈ ഇങ്ങനെ മടക്കിയപ്പോൾ 1.5 ഇഞ്ച് കൂടി വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ടും 1/2 ഇഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം. 38.5 കൂടെ 4 ഇഞ്ച് എടുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാം. നാൽപ്പത്തി 2.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ലെങ്ത്തിൽ പാൻറ്റ് അളവ് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം 42.5. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ വണ്ണാണ് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇതെത്ര മാക്സിമം ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ എന്തോരം വലിയെന്ന് നോക്കാം. നമുക്ക് 20 ഇഞ്ചാണ് നമുക്ക് വലിച്ചിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ചാണ് നമുക്ക് അലാസ്റ്റിക് വലിയുമ്പോൾ കിട്ടേണ്ട ദൂരം. അപ്പോൾ 40 ഇഞ്ച് അലാസ്റ്റിക് വലിച്ചിലിൽ കിട്ടണം. നമ്മളിവിടെ വെച്ച് ഇതിങ്ങനെ അളന്ന് നോക്കുക. ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 12.5 അപ്പോൾ 12.5 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡിലും കൂട്ടി നോക്കുമ്പോൾ 25 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. അങ്ങനെയല്ല പാൻറ്റ് അലാസ്റ്റിക് കട്ട് ചെയ്യേണ്ടത്. ഈ അലാസ്റ്റിക് പാൻറ്റ് അളവ് എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റില്ല. ഇങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ മാക്സിമം എന്തോരം വലിയ നോക്കി 20, 21 ആയാലും വിഷയം പറ്റില്ല. നമുക്കിവിടെ ഇച്ചിരി ഇങ്ങനെ ഇതുപോലെ ചുളിവുകളുണ്ടാവും. ഇങ്ങനെ ചുരുക്ക് വരുന്നുള്ളൂ കുറച്ച് കൂടുതൽ എടുത്താലും. പക്ഷെ അത് പിന്നെ പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ലൂസായിട്ട് തയ്ക്കണമെന്നുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 40 ഇഞ്ചാണ് അലാസ്റ്റിക്. 40 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് കട്ട് ചെയ്യുന്നത്. 40 ഇഞ്ച് അരവണ്ണം വെച്ചിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോട്ടലി ഇവിടെ നമ്മൾ കട്ടിങ്ങില്ലല്ലോ, അപ്പോൾ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് ക്രോച്ച് ലെങ്ത്ത് എവിടെ വരെ വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചിലാണ് ക്രോച്ച്. 14.5 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടേക്ക് അടയാളപ്പെടുത്തേണ്ടത് 40ൻ്റെ 4 ഭാഗം 10ഉം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് കിട്ടി. 40 ഇഞ്ച് 4 ഭാഗം വരുന്നത് 10ആണ്. 10ൻ്റെ കൂടെ ആ 10 മാത്രം മാർക്ക് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും ഇവിടെയും കട്ട് ചെയ്യണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുമ്പോൾ 1 ഇഞ്ച്. അപ്പം നമ്മൾ ഇവിടെ ഒരു 12 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടിയെടുത്തേക്കാണ്.
കുറച്ച് കൂടുതൽ കിടന്നെന്ന് വെച്ച് വേറെ വിഷയമൊന്നും വരില്ല. നമുക്ക് ചെറിയൊരു ചുരുക്കുണ്ടാവും, ചുരുക്കുകൾ വന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ലൂസായിട്ട് ഇടുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 14.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 14.5 ഇഞ്ചാണ്. 14 ഇഞ്ചാണ് കിട്ടിയത്. 1.5 ഇഞ്ച് നമ്മളിവിടെ അടിച്ച് മറയ്ക്കുമല്ലോ. അപ്പം അതിൽ പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്കുള്ള വീതി, അതായത് ഈ ക്ലോച്ചിൻ്റെ ഈ ഭാഗത്തേക്കുള്ള വീതി എത്രയാണെന്ന് നോക്കാം. അത് കിട്ടിയിരിക്കുന്നത് 14.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ 14.5 ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇവിടെ. ഇത് നമ്മൾ പാൻറ്റിൽ നിന്ന് അളവ് എടുക്കുന്നതുകൊണ്ടാട്ടോ അങ്ങനെ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കുഴിച്ചല്ല വെട്ടേണ്ടത്, ഇങ്ങനെ ഒരു മാർക്കിങ്ങാണ് കൊടുക്കേണ്ടത്. കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു കാരണവശാലും ഇത് കുഴിച്ചിങ്ങനെ മാർക്ക് ചെയ്യരുത്. ഇതിങ്ങനെ ഒരു മാർക്കിങ്ങേ പാടുള്ളൂ. സ്ട്രെയിറ്റ് പാൻറ്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു മാർക്കിങ്ങേ പാടുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ 14.5 ഇഞ്ച് കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് സീം അലവൻസ്. നമ്മൾ എപ്പോഴും സീം അലവൻസിൻ്റെ കാര്യം മറന്നു പോകരുത്. താഴെ വന്നേക്കുന്ന വണ്ണം, താഴത്തെ വണ്ണം വന്നേക്കുന്നത് 6.25 6.25 ഇവിടുത്തെ വണ്ണം വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6.5 7 ഇഞ്ച് വണ്ണം നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 സീം അലവൻസ് എത്രയാണോ വേണ്ടത് അതുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ലൂസായിട്ട് വരുന്നൊരു പാൻറ്റാണ്. സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. ഇനി ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് തെന്നി പോകുന്ന തുണിയാണെങ്കിൽ നമ്മൾ സ്റ്റാപ്ലറോ എന്തെങ്കിലുമൊക്കെ വെച്ച് അടിച്ചിട്ട് വേണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഈ മാർക്കിങ് കട്ട് ചെയ്തെടുക്കാം. നീങ്ങി പോവാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള തുണിയാണ്, അതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കണം മാർക്കിങ്ങിനേക്കാളും. ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം കൂടി ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കണം. നമുക്കിവിടെ ഒരു പോക്കറ്റ് വരാനുണ്ട്. ഈ സൈഡ് കൂടി ഓപ്പൺ ആക്കി കൊടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒന്ന് കൈ പിടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുക, നീങ്ങിപ്പോവാതെ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് പോക്കറ്റാണ്. പോക്കറ്റിനുള്ള ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വീതി വേണോ അതനുസരിച്ചാണ് പോക്കറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒട്ടും മറക്കരുത് സീം അലവൻസിൻ്റെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് ഉള്ള സീമും
താഴത്ത് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശം മടക്കിയടിക്കാനുള്ള സീമും മറക്കാതെ നമ്മൾ കൂട്ടിയെടുക്കണം. അതല്ലെങ്കിൽ പാൻറ്റ് തയ്ച്ചാൽ നമുക്ക് ഇറക്കം കുറവായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.